ഗുഡ് മോർണിംഗ്. തിരി പറ, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. എന്താ കണ്ടിട്ട് അയ്യോ അയ്യോ അയ്യോ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളിതാ ചായക്കുള്ള പാലും കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓരോ ദോശയും ഇങ്ങനെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. നമ്മുടെ മേക്ക് ഓവർ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ അല്ല, രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാനും അമ്മയും കൂടിയാണ് അടുക്കളയിൽ നിൽക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ ശീലമില്ലല്ലോ, ഇനി നമുക്ക് ഇങ്ങനെ ശീലമാക്കി വെച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ദോശ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നെയ് റോസ്റ്റും ഉണ്ടാക്കണം. മോന് നെയ് റോസ്റ്റ് ആക്കിയെടുക്കുകയും വേണം. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ 2025 ചൂടുള്ള ദോശ എങ്ങനെയുണ്ട് നിങ്ങളുടെ 2025 സ്റ്റാർട്ടിംഗ് ഒക്കെ? അടിപൊളിയാണോ? ഞാനിവിടെ അടിപൊളിയാക്കിട്ടോ. ആദ്യം മോൻ എണീറ്റിട്ട് ഇതാ പോകുന്നുണ്ട് കേട്ടോ പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അമ്പമ്പോ 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 കുറുക്കന് പാടുമ്പോൾ ഒരു സംഗീതം. കുറുക്കനും കോഴിയും കൂടിയ കൂടിൽ നിന്നറിഞ്ഞില്ല കുഞ്ഞേലി. അമ്പോ, ഈ പാട്ടൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് എന്തോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറ്റേ പാട്ടില്ലേ, അക്കരക്കാവിലെ ചക്കരക്കാവിലെ, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. മെമ്മറീസാണ് അതൊക്കെ, മെമ്മറീസാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, തേങ്ങ ചിരകിയെടുക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് സെറ്റാക്കി വെക്കാം. നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ചിരവയാണ് കേട്ടോ. ഓൾറെഡി ഒന്ന് ഇതിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് വെച്ചതുണ്ട്, പക്ഷെ അല്ലാതെ വാങ്ങിയതാണ് കേട്ടോ ഇത്. എനിക്കതത്ര സെറ്റ് ആവുന്നില്ല, കാരണം മറ്റേത് നല്ല ഫിറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഇത് നമ്മളിങ്ങനെ ചാരി നിൽക്കണമല്ലോ, അതിനുകൊണ്ടായിരിക്കുന്നു വിചാരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല മൂർച്ചയുണ്ട്. പെട്ടെന്ന് ചിരകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഉണ്ടോ അവിടെ അങ്ങനെ പ്രസ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഇളകൊന്നുമില്ല കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരകിയതിന് ശേഷം ഞാൻ രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കാറില്ല കേട്ടോ. രാവിലെ വെറും വയറ്റിൽ നമ്മൾ വേറൊരു സാധനമാണ് കുടിക്കുന്നത്. അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ പാൽ ചായ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തൈരില്ലേ നമ്മുടെ തൈര്, കട്ട തൈരും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് അടിച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നില്ല, നമുക്കിത് കടുക് പൊട്ടിച്ചിട്ട് കറി മാതിരി ആക്കിയെടുക്കാനുള്ളതാണ്. ചുവന്നുള്ളില്ലേ, ചെറിയ ചുവന്നുള്ളി, അതുകൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തൈര് കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഒഴിക്കുക, കറിവേപ്പില ഇടുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചില്ലേ ആ ഒരു മിക്സില്ലേ, അത് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുളി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പുളിയല്ല തൈരും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി റെഡി ആയിരിക്കുന്നു മക്കളെ, ചട്നി റെഡി ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ ഇപ്പോൾ പുറത്ത് പോയി ചായ കുടിക്കുന്നൊരു പരിപാടിയുണ്ട്. ദിവസവും എന്ത് വെയിലാണെങ്കിലും എന്ത് മഴയാണെങ്കിലും രാവിലെ ഇപ്പോൾ പുറത്ത് പോയിട്ട് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഹോട്ടലിൽ പോയിട്ട് എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുക, ഇതൊക്കെയാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിക്കാനൊന്നും അറിയില്ല. അപ്പോഴേക്കും ആദ്യമോ പല്ല് തേച്ച് വന്നപ്പോൾ പിന്നെ തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഹെയറിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുൻപായിട്ട് ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ. അതാ കിടക്കുന്നു അന്നേരം അവിടെ ഒരു പെയിന്, അല്ല വലിയൊരു പെയിൻ. അതൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂടി ഇരിക്കുന്നതല്ലേ, അങ്ങനെ വരുന്നതാണ് കേട്ടോ പെയിന്. അങ്ങനെയില്ല, ഒന്ന് കണ്ടപ്പോൾ വെളിച്ചെണ്ണ തേച്ചപ്പോഴേ അതിങ്ങനെ അനങ്ങാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ ഞാനിങ്ങോട്ട് പൊക്കി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹെയർ ഇപ്പോൾ ഞാൻ ഡെയിലി നൈറ്റിൽ കിടക്കുന്നതിൻ്റെ മുൻപായിട്ട്
മസാജ് ചെയ്യും, നന്നായിട്ട് തന്നെ മസാജ് ചെയ്യും കേട്ടോ. അത് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ ആദ്യമോൻ്റെ തലയിൽ ഞാൻ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് ആൾ കുളിച്ചിട്ട് വരികയാണ്. അപ്പോൾ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ദോശ, ചട്നി, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. മോൻ സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രമേ അവൻ നേരത്തെ കഴിക്കുള്ളൂ. കാരണം അവന് പോകണമല്ലോ, വണ്ടിക്ക് കയറി പോകാനുള്ളത് പറഞ്ഞാൽ അവൻ നേരത്തെ കുടിക്കും. പിന്നെ അമ്മയും അച്ഛനും ഞാനും ഒരുമിച്ചാണ് കഴിക്കുക. വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഇതേപോലെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. ഒരാൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്താണെന്നുള്ളത് മറന്നുപോയി ഗൈസ്. ഓർമ്മ വന്നു. എന്താണെന്നറിയോ, ഈ കുളി അല്ലെങ്കിൽ അലക്കൽ, ഈ 2 പരിപാടിയും നമുക്ക് രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പടി പകുതിയും കഴിഞ്ഞു എന്നാണ് കേട്ടോ എൻ്റെ ഒരു ധാരണ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായ കുടിച്ചത് എല്ലാം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. കഴുകി വെച്ചതിന് ശേഷം പണി ഏകദേശം കഴിഞ്ഞു, രാവിലത്തെ ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഇതേപോലെ രാവിലെ കുളിച്ചത് കാരണം മുടി ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ രാവിലത്തെ ആ ഉതുപ്പ് ഉണ്ടാവുമല്ലോ, വെയിൽ, ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെയൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ വെയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും കൂടെ നല്ല തണുപ്പുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞാനിതാ എൻ്റെ ഹെയർ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഹെയർ ഇങ്ങനെ വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ഉണങ്ങൂല, നനവ് അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു മുടിയാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ രാവിലെ ഡെയിലി ഇങ്ങനെ പോയി നിന്നിട്ട് ഉണക്കണം കേട്ടോ. രാവിലത്തെ ആ ഉതുപ്പ് കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ്. അങ്ങനെ ഈ മുടി ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഞാനിത് ഫാസ്റ്റാക്കി കാണിക്കുകയാണ് കേട്ടോ. ഞാൻ വളരെ മെല്ലെയാണ് മുടി ഇപ്പോൾ ഇതേപോലെ മുടിയിലെ ജടയൊക്കെ പോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനോണ്ട് തന്നെ ഹെയർ ഫോൾ വളരെയധികം കുറവുണ്ട്. കാരണം കുറച്ചേ ഉള്ളൂ, തൈ കാണുന്നത് പോലെ ഒരു ഇത്തിരി വരും, ഇതൊക്കെ നോർമലാണ് കേട്ടോ, ഇതേപോലെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ വൈകുന്നേരം ആകുമ്പം മുടി ഇറക്കം ഒന്ന് കുറയ്ക്കണം, മീൻസ് തുഞ്ചൊന്ന് കട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 4 മാസം മുൻപാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ മാറ്റിയ സമയത്ത് ഹെയറിൻ്റെ തുഞ്ചൊന്നും അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല, പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം മുടി ഇങ്ങനെ തിരിച്ചും മറിച്ചും കമിഴ്ത്തി വിട്ട് നിൽക്കുമ്പോഴാണ് ഒരാളിങ്ങനെ നടന്നു വരുന്നത്. വേറെ ഒന്നുമില്ല, അവൻ അമ്മച്ചൻ്റെ പഴയ പേഴ്സിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ അവൻ്റെ ട്രൗസറിൻ്റെ വള്ളി ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്തിട്ട് ബാഗ് പോലെ ആക്കിയിട്ട് വന്നതാണ്. കണ്ടോ, ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും, പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സഞ്ചിയൊക്കെ ഇല്ലേ അതേപോലെ ബാഗ് പോലെയൊക്കെ ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് വന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. ക്രാഫ്റ്റ്, ഞാനിങ്ങനെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൻ ഞാൻ കാണും. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. അവൻ്റെ ടൈം പാസ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ മുടിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പണ്ടത്തെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്തും ഇപ്പോഴും അധികവും ഇങ്ങനെയൊക്കെ കെട്ടാറുണ്ട് കേട്ടോ. എന്താ പറയുക, കുളിച്ച് വന്നാൽ കിട്ടുന്ന ആ പിന്നലില്ലേ, 2 ഭാഗത്തു നിന്ന് ഹെയർ എടുത്തിട്ട് ഇതേപോലെ പിന്നീട് ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് അഴിച്ചിടും. അപ്പോൾ മുടി കുറച്ചുകൂടി കാറ്റും വെളിച്ചൊക്കെ തട്ടിയിട്ട് ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ പണ്ടത്തെ ഹെയർ സ്റ്റൈലാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമായിട്ട്. അപ്പോൾ കണ്ടോ, ഹെയർ ഇത്രയും വലുതായിട്ടുണ്ട്. എൻ്റെ ഹെയർ ഇത്ര നല്ലിരുന്നു, നല്ല ലെങ്ത് ആയിരുന്നു, ഒക്കെ കൊഴിഞ്ഞു ഇതാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. രാവിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ദോശ, ചട്നി, ഈ സംഭവങ്ങളൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്ലാനിങ് നമുക്ക് സെറ്റാക്കാം. അച്ഛൻ പുറത്ത് പോകുന്നുണ്ട്, എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നറിയില്ല. ചിക്കൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വാങ്ങിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത് വാങ്ങിക്കട്ടെ, അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് കൊറിയർ ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ഇതാ സുന്ദരി വന്നിട്ടുണ്ട്, കുഞ്ഞുവാവൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുഞ്ഞുവാവേനെ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങൾ. ഫുഡൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ കുറച്ച് എന്താ പറയുക, കുറച്ച് നീളം വെച്ചിട്ടുണ്ട് ഹെയർ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്, നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളത്. കണക്ക് തെറ്റിപ്പോകാതിരിക്കാത്തടാ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തിലെ
ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന, അതേപോലെ തന്നെ കറിവേപ്പില, പച്ച കളറുള്ള ഐറ്റംസാണ് കൂടുതലാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൂടെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ അതേപോലെ 2 വലിയുള്ളി, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പച്ച കളറുള്ള ഐറ്റംസും അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇല്ലേ നമ്മൾ ആദ്യം പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടില്ല, ആ സാധനങ്ങളെല്ലാം കൂടെ തന്നെ ഒന്ന് ചതച്ചെടുക്കില്ല, വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് അരിഞ്ഞ് വെച്ചിട്ടില്ല തക്കാളിയും എന്താ പറയുക വലിയ ഉള്ളിയില്ലേ, അതും ഒന്ന് കഷ്ണാക്കിയിട്ട് ഈ സെയിം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും അങ്ങനെ ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സെയിം ഇതിലേക്ക് തന്നെ വലിയുള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണേ. വെള്ളമൊന്നും ചേർക്കണില്ല. തക്കാളിയിലുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇതേപോലെ ഒന്ന് ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രം വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, എന്താ പറയുക കറുവപ്പട്ടയില്ലേ, കറുവപ്പട്ട, പെരിഞ്ചീരകം, ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ല ആ ഒരു മിക്സ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തീ കുറച്ച് വെക്കണേ, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകുന്ന സാധനങ്ങളായത് കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച ആ ജാറില്ലേ, ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഇനി ഞാനിതിലേക്ക് എക്സ്ട്രാ വേറെ ഒരു മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ്റെ പീസസ് ഇല്ലേ, അത് നിങ്ങളുടെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ചിക്കൻ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. നമുക്ക് പിന്നെ ഇവിടെ ആളുകൾ അധികം ഇല്ലാത്തത് കാരണം ഒരുപാടൊന്നും ചിക്കൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഉപ്പ് ഇനിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിതിലേക്ക് എക്സ്ട്രാ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, വേറൊന്നും ചേർക്കണില്ല കേട്ടോ. പച്ചമുളക് ഒന്നേ നമ്മൾ എടുത്തിട്ടുള്ളൂ, നല്ല എരിവുള്ള കാരണം ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് വേറെ എന്തെങ്കിലും ചേർക്കണേ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളാം, കുഴപ്പമൊന്നുമില്ല. പക്ക ഗ്രീൻ കളറിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയില്ലേ, നമ്മുടെ കുരുമുളക് പൊടി, അതും കൂടി ചേർത്തിട്ട് മിക്സാക്കി അങ്ങനെ വെക്കുക ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ലേ. ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതല്ലാതെ വേറെ ഒരു പാത്രത്തിൽ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പൊടികളൊക്കെ ചേർക്കുക. കുരുമുളക് പൊടി, ഉലുവപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, തൈര്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പ് നോക്കണേ, ഉപ്പ് കൂടി പോകാൻ വേണ്ട, കുറഞ്ഞു പോകാൻ വേണ്ട, അതിനനുസരിച്ച് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക, കുഴപ്പമില്ല. ചെറുനാരങ്ങ നീര് വേണമെന്നില്ല, തൈര് ഇട്ടിട്ടുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പൊരിക്കാം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള നോൺ വെജ് സംഭവം റെഡി. ഇനി പച്ചക്കറി എന്തെങ്കിലും വെക്കണം കേട്ടോ. അമ്മ, പച്ചക്കറി എന്താ വെക്കുക? അപ്പോൾ ചിക്കൻ്റെ ഇതാ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതോട് കൂടിയിട്ട് നോൺ വെജിൻ്റെ പരിപാടി ഏകദേശം അവസാനിക്കും. പിന്നെ നമുക്ക് പച്ചക്കറി എന്തെങ്കിലും വെക്കാം കേട്ടോ, അമ്മക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പച്ചക്കറി വെക്കണം, അത് നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നുമില്ല, കുറച്ച് പീസ് മാത്രമേ പൊരിക്കാനുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കറിവേപ്പില കഴിഞ്ഞു പോയി ഗൈസ്, ആകെ 3-4 കിട്ടി, അത് ഞാൻ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് പൊരിച്ച് വറുത്ത് കോരി എടുക്കാം. ഓക്കെ, അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയി വരുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പോകുന്നതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നമ്മളെപ്പോഴും കാണിക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെ അല്ല, ഇതിപ്പോൾ ഓട്ടോയിൽ തിരിച്ച് വരികയാണ് കേട്ടോ. വരുന്ന വഴിക്ക് നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് ഓരോ സാധനങ്ങൾ വീണിട്ടുന്ന മാതിരി അച്ഛനെയും വീണിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഈ വീട്ടിലേക്ക് പോകുന്നത്. ഞാനും അമ്മയും മോനും കൂടിയാണ് പുറത്ത് പോയത്. അച്ഛനെ പുറമേ നിന്ന് വീണ് കിട്ടിയതാണ്. അതിനുശേഷം വീട്ടിൽ വന്നു, പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല, ഇവൻ ഊഞ്ഞാലാടുന്നത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് അമ്മ ഒരു സോയാബീൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ പൊരിച്ചതും കറിയും പിന്നെ സോയാബീൻ്റെ സാധനം ഉണ്ട്, ഞാനത് എടുത്തില്ല കാരണം അമ്മയ്ക്ക് വേറെ ഒന്നും കൂട്ടാനില്ല. നമുക്ക് ചിക്കൻ പൊരിച്ചതുണ്ട്, അമ്മ ചിക്കനൊന്നും കഴിക്കാത്ത കാരണം അത് അമ്മ എടുത്തോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ നോൺ വെജ് തന്നെ വെച്ചിട്ട് കഴിക്കുകയും ചെയ്ത്. അതിനുശേഷം പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു ഗൈസ്, അടിച്ച് വാരി ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത യുദ്ധം ഇതാണ്. ബാത്റൂമിലും എല്ലാ ഭാഗത്തും വെള്ളം കൊണ്ടുപോയി വെക്കുക. കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അത് ഒന്ന് അലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഹെയർ കട്ട് പരിപാടിയിലേക്ക് നമ്മൾ കടന്നു കേട്ടോ. കണ്ടോ, ഇത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ ഹെയർ നല്ല തിക്കുള്ള ഹെയർ ആയിരുന്നു, അതൊക്കെ പോയതാണ്. ഇപ്പോൾ ഇതാ നമ്മൾ തുഞ്ചൻ കട്ടയാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി പാർലറിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ ഹെയർ വെട്ടിയിട്ടുണ്ടാവുള്ളൂ. ഹെയറിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല ഗൈസ്, എല്ലാം വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ, അപ്പോൾ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ അന്നാണ് ഒരു പ്രാവശ്യം പോയത്. പിന്നെ അതിൻ്റെ മുൻപെങ്ങാനും എപ്പോഴോ പോയതാണ് ചെറിയ കുട്ടിയാകുന്ന സമയത്ത്. അല്ലാതെ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത് തരിക എൻ്റെ വല്യമ്മമാരും അമ്മയൊക്കെ തന്നെയാണ് കേട്ടോ. പുറമെ പോയിട്ട് ഹെയർ കട്ട് ചെയ്യാറൊന്നുമില്ല. എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാൻ തന്നെയാണ് കേട്ടോ. ലെയറാണെങ്കിലും ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഹെയർ കട്ട് എന്നുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വൈകുന്നേരം ചായക്കുള്ള പരിപാടി നോക്കാം. സുന്ദരിൻ്റെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സുന്ദരനുള്ള കുട്ടി ദോശ വേറെ റെഡിയാക്കി നമ്മളിവിടെ ഏലാഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്താ പറയുക, ഇനി നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് നമ്മൾ വിളക്ക് എടുത്ത് വെക്കുമല്ലോ, വിളക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിവിടെ എന്താ പറയുക വൈകുന്നേരത്തെ ചായ കുടിക്കുക. സാധാരണ എല്ലാവരുടെ വീട്ടിലും വൈകുന്നേരത്തെ ചായ എന്ന് പറയുമ്പോൾ ഒരു 3 മണി 4 മണിക്കാണെങ്കിലും ഞങ്ങളിവിടുത്തെ വൈകുന്നേരത്തെ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6:45 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചായ ഏലാഞ്ചി ഇതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.